السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട് ബഷീർ സലഫി പൂളപ്പൊയിൽ എഴുതിയിട്ടുള്ള കവിതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിൽ എന്നെക്കുറിച്ച് അബ്ദുൽ ബഷീർ സലഫി പൂളപ്പൊയിൽ നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളിൽ 3 ആരോപണങ്ങളുണ്ട്. ഒന്ന്, കാഫറുകളോട് അദാവത്തും ബഗ്ളാഉം മാത്രമേ ഉള്ളൂ, അതല്ലാത്ത മറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ വാദം. അതാണ്. 2, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ തീവ്രവാദ ആദർശമാണോ റൌഫ് നദവി പറയുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. കാഫറുകളായ ആളുകൾക്ക് അവരെങ്ങോട്ട് വല്ലതും ചെയ്തു തന്നാൽ അതിന് പ്രത്യുപകാരമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് എനിക്ക് വാദമുണ്ടെന്ന് പറയുകയും സൂറത്തുൽ മുംതഹനയിലെ 8ാമത്തെ ആയത്ത്, അതായത് വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യാത്ത ആളുകളോട് ബിർറ് ചെയ്യാൻ, പുണ്യം ചെയ്യാൻ, അതുപോലെ നീതി പുലർത്തുന്നതും അള്ളാഹു വിലക്കുന്നില്ല എന്ന് പറഞ്ഞ വസ്തുതയെ ഞാൻ നിഷേധിക്കുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ എന്നെക്കുറിച്ച് ആരോപിച്ചിട്ടുണ്ട്. അതായത് കാഫിരീങ്ങളെല്ലാം ഒരൊറ്റ ടൈപ്പ്. എല്ലാവരോടും നമുക്ക് അദാവത്തും ശത്രുതയും വിരോധവും മാത്രമേ ഉള്ളൂ, അല്ലാത്തൊരു ബന്ധവും പാടില്ല. ഇങ്ങോട്ട് വല്ല ഉപകാരം ചെയ്താൽ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യാം, അതിനപ്പുറം ഒരു ബന്ധവും പാടില്ല എന്ന നിലപാട്, അതിതീവ്രമായ നിലപാട്. ഈ നിലപാടാണ് ഇപ്പോ നമ്മുടെ ആളുകൾ വെച്ച് പുലർത്തുന്നത്. ഇത് IS പറയുന്ന അതേ നിലപാട് തന്നെയല്ലേ? ഈ തീവ്രവാദമല്ല ഇത്. നദ്വി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. അതിന് വേണ്ടിയിട്ടാണ് എന്റെ കവിതയെ കച്ചറുണ്ടാക്കിയതും ഈ ഫിത്തനുണ്ടാക്കിയതും മുഴുവനും ഒരടിസ്ഥാനവും ഇല്ലാത്ത തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ IS ഉണ്ടാക്കിയിട്ടുള്ള അതേ ഫിത്തന, അതിന് സമാനമായ ഫിത്തനയായിരിക്കും ഇതുവഴി ഈ ഉമ്മത്തിന് കിട്ടാൻ പോകുന്നത്. എന്റെ പേരിൽ മൂപ്പർക്കുണ്ടായ ഒരു ഊഹത്തിന്റെ പേരിലാണ് ഇതൊക്കെ പ്രചരിപ്പിച്ചത്. എന്നിട്ട് പ്രചരിപ്പിച്ചു, ഞാൻ അതിന് മറുപടി പറയുമ്പോ ഇപ്പൊ മൂപ്പർ എന്ത് ചെയ്യാന്ന് എക്സ്ട്രീമായി, കുറച്ചും കൂടി എക്സ്ട്രീമായി പോയി. അങ്ങ് അപ്പുറത്ത് കടുത്ത തീവ്രവാദം. ഈ തീവ്ര നിലപാട് തന്നെയാണ് ഇവിടുത്തെ NDF ഉണ്ടായിരുന്നത്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നത്. ഇസ്ലാം നിഷ്കർഷിക്കാത്ത ഒരു കാര്യം ദീനിന്റെ പേരിൽ നിങ്ങൾ ദയവേത് പറയരുത്. നമുക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ ഞങ്ങളെ ശത്രുക്കളാണ്, നിങ്ങൾ കടുത്ത വിരോധികളാണ്, നിങ്ങളോട് യാതൊരു ബന്ധവുമില്ല. വദാ ബൈനനാ വ ബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഉ ഹത്താ തുമിനു ബില്ലാഹി വഹദ. ഏകനായ അല്ലാഹു വിശ്വസിക്കുമല്ല, നമ്മൾ തമ്മിൽ കടുത്ത ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ വല്ല പ്രബോധനവും ദുനിയാവിൽ നടക്കുമോ? ഈ പരിഹാരത്തിന്റെ മാർഗങ്ങളൊന്നും സ്വീകരിക്കൂല. ശത്രു 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 എന്ന് പറയുന്ന ഈ ഏർപ്പാട് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അവസാനിപ്പിക്കണം. നമുക്കതാ പറയാനുള്ളത്. നിങ്ങൾ ഖുർആനിൽ പറഞ്ഞത് പറഞ്ഞോനേ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചംഗ സമിതിയുണ്ട്. ഷമീം സാഹിബ് എറണാകുളം, പാലക്കാട്ടുകാരനായ നൌഷാദ് എന്ന മഹാമനുഷ്യൻ, പിന്നെ റഫീഖ് മാഷ്, റഹ്മത്തുള്ള ഫാറൂഖി, PA അബ്ദുൽ ലത്തീഫ് സാഹിബ്. ഈ ആളുകളിൽ നിന്ന് ചിലരിൽ നിന്ന് ഈ തീവ്രവാദ ആരോപണവും മറ്റു ചില ആളുകളിൽ നിന്ന് ഞാൻ വളരെ ഗുരുതരമായ പാപം ബഷീർ സലഫിയോട് ചെയ്തു എന്ന നിലക്കുള്ള പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ PO അബ്ദുൽ ലത്തീഫ് സാഹിബ് എനിക്ക് അയച്ചിട്ടുള്ള 5 വോയിസ് മെസ്സേജുകളുണ്ട്. ഏകദേശം 35 മിനിറ്റ് ഉണ്ട്. അതിൽ ഒരു വാചകം ഇതാണ്: ബഷീർ ഖാനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ ആയത്തുകളെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ സങ്കടപ്പാട്. ഇവിടെ ബഷീർ ഖാ എന്ന് പറഞ്ഞാൽ ബഷീർ സലഫിയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാൻ ബഷീർ സലഫിയെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നശിപ്പിക്കാനായിരിക്കുമല്ലോ, നന്നാക്കാനല്ലല്ലോ, പുകഴ്ത്താനുമല്ല. അപ്പൊ അദ്ദേഹത്തെ ബഷീർ സലഫി പറഞ്ഞ പോലെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ ആയത്തിനെ തന്നെ ഈ നിലക്ക് കൈകാര്യം ചെയ്യുക, അതായത് സൂറത്തുൽ മുംതഹനയിലെ 8ാമത്തെ ആയത്ത്, അത് ഞാൻ പാടെ നിഷേധിച്ച് സംസാരിക്കുന്നു എന്നതാണ് PO അബ്ദുൽ സാഹിബ് പറഞ്ഞതിന്റെ ധ്വനി. അപ്പോ ഇത്തരം ആളുകളുടെയൊക്കെ സംസാരങ്ങൾ കേട്ടപ്പോൾ ഞാൻ അതിനൊരു വെല്ലുവിളി നടത്തിയിരുന്നു. അപ്പൊ ഞാൻ നടത്തിയ വെല്ലുവിളി, ഞാൻ ഈ വാദങ്ങൾ എവിടെയെങ്കിലും ഉന്നയിച്ചതായി, പറഞ്ഞതായി, എഴുതിയതായോ തെളിയിക്കാൻ ബഷീർ സലഫിയുടെ നെടുമ്പുറത്ത് നട്ടല് വേണ്ടതില്ല. അദ്ദേഹം പൂളപ്പൊയിൽക്കാരനാണ്. അപ്പൊ ഒരു പൂളത്തണ്ടെങ്കിലും ഉണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ, മനുഷ്യനാണെങ്കിൽ അത് തെളിയിക്കണം എന്ന് ഞാൻ വെല്ലുവിളിച്ചിരുന്നു. ഏകദേശം ഒരാഴ്ചയിലധികമായി ഒരു മറുപടിയും കാണുന്നില്ല. ആ വെല്ലുവിളി ഒന്നുകൂടി ഞാനിവിടെ പുതുക്കുകയാണ്. പൂളത്തണ്ട് ചിലപ്പോൾ കിട്ടാൻ പണിയേക്കും. എന്നാൽ ഏത് കടയിലും മിക്ക പച്ചക്കറി കടകളിൽ കയറിയാൽ പൂള കിട്ടും. പൂളക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ്. അപ്പൊ നട്ടലും വേണ്ട, പൂളത്തണ്ടും വേണ്ട, ഒരു കപ്പക്കിഴങ്ങെങ്കിലും പൂളക്കിഴങ്ങെങ്കിലും നട്ടലിന്റെ സ്ഥാനത്ത് നെടുമ്പുറത്തുണ്ടെങ്കിൽ അത് തെളിയിക്കണം എന്ന് ഒന്നുകൂടി ഞാൻ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായി എന്താണോ ഇസ്ലാം പഠിപ്പിച്ചത് ആ കാര്യങ്ങൾ നേരത്തെ ബഷീർ സലഫിയുടെ
രാഹുൽ കവിതയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള 25 മിനിറ്റ് 19 സെക്കൻഡ് സംസാരത്തിന് 2 ദിവസത്തെ തിരുത്തുമോ എന്ന കാത്തിരിപ്പിന് ശേഷം അതിൽ തെറ്റിദ്ധാരണയുണ്ടായ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഇബാദുർ റഹ്മാൻ എന്ന ഗ്രൂപ്പിൽ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ള 24 മിനിറ്റും ഏതാനും സെക്കൻഡുമുള്ള എന്റെ സംസാരത്തിൽ ഞാനത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. കാഫറുകളായ ആളുകളോട് എന്തൊക്കെയാകാം, മുശ്രിക്കുകളോട് എന്തൊക്കെയാകാം എന്നത് വളരെ ചുരുക്കി, അതിന്റെ എല്ലാ വശങ്ങളും അല്ല, എന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞു. അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഈ വാദം ഉന്നയിക്കുന്നവർ പെരും കളവാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇത് ഈ ദുനിയാവിൽ മാത്രമേ ഈ നുണപ്രചരണം നിങ്ങൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെടുകയുള്ളൂ, പരലോകത്ത് ഏതായാലും ഉപകാരപ്പെടുകയില്ല എന്ന ബോധ്യം ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കുണ്ടാകണം എന്നതിനു വേണ്ടി എന്റെ സംസാരം ഇത് അന്ന് സെപ്റ്റംബർ 25-നാണ് എന്നാണെന്ന് എന്റെ ഓർമ്മ ഞാൻ ആ വോയിസ് ഇട്ടത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി സലഫ് സാലിഹികളോ സലഫികളോ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു നിലപാട് വലാ ബറാ വിഷയത്തിൽ സ്വീകരിക്കുകയും അത് ജനങ്ങളെ ഫസാദിലാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ബഷീർ സലഫിയെ വിമർശിച്ചതിന് എന്താണ് ഇസ്ലാമിക നിലപാട് വിശദീകരിച്ചതിലുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ബഷീർ സലഫിയും കൂട്ടരും പ്രചരിപ്പിക്കുന്ന ഗീബൽസിയൻ നുണയും ആ നുണക്കുമേൽ അടയിരിക്കുന്ന ഇവരുടെ പൊള്ളത്തരങ്ങളും മനസ്സിലാക്കാൻ ബഷീർ സലഫിയുടെ കവിതാ ന്യായീകരണ സംസാരം വന്ന് 2 ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ 25-ാം തീയതി ഞാൻ നൽകിയ വിശദീകരണം നിങ്ങൾക്ക് താഴെ കേൾക്കാം. ഇത് പുതിയതല്ല. ബഷീർ സലഫിയുടെ സംസാരം വന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ നടത്തിയ സംസാരത്തിൽ തന്നെ എന്താണ് എന്റെ നിലപാട്, പ്രമാണം എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. അങ്ങോട്ട് എന്ത് പ്രത്യുപകാരങ്ങൾ ചെയ്താലും ഏത് നിലക്കുള്ള ഇസ്ലാം അനുവദിച്ച ബന്ധങ്ങൾ നടത്തിയാലും അത് ബന്ധങ്ങൾ മാത്രമാണ്, അതൊരിക്കലും വലാ ആയിക്കൂടാ എന്നാണ് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ മവദ്ദത്ത് വലാ എന്ന് പറയുന്നത് പാടില്ല. അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ആകാം, കച്ചവടമാകാം, കൂട്ടുകൃഷിയാകാം, കൂടെ യാത്രയാകാം, അതുപോലെ തന്നെ സഹായിക്കാം, മരുന്നുമായി കൊടുക്കാം, വീടുണ്ടായി കൊടുക്കാം, അയൽപക്ക ബന്ധങ്ങൾ കാണിക്കാം, ഇതൊക്കെ ചെയ്യാം. മാതാപിതാക്കളെ പരിപാലിക്കണം, ചെയ്യാമെന്നല്ല, പരിപാലിക്കണം, അവർക്ക് ശുശ്രൂഷിക്കണം, ഒക്കെ വേണം. പക്ഷേ വിശ്വാസിയോട് കാണിക്കേണ്ടെന്ന വലാ പാടില്ല. അവനവന്റെ മതവുമായി ഓടിപ്പോകുന്ന ഹിജറയുടെ ഘട്ടത്തിൽ അവിടെ ആരെ കൂടെ പോകുന്നു എന്ന് നോക്കേണ്ടതില്ല, വിശ്വസ്തനാണോ എന്ന് നോക്കിയാൽ മതി. അതായത് ഈ നിലക്കുള്ള വിശ്വാസം, ചതിക്കൂല എന്നുള്ള വിശ്വാസം, അതല്ലെങ്കിൽ അതുപോലെ തന്നെ മഹറമാണോ നോക്കേണ്ടതില്ല. നബിന്റെ പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ കൂടെ മദീനയിലേക്ക് പോയ സംഭവങ്ങൾ നമുക്ക് കാണാം. അവിടെ എന്താ, മഹറമ് പോലും പാലിക്കേണ്ടതില്ല. നബി ഹിജറ പോകുമ്പോ വഴികാട്ടിയായി സ്വീകരിച്ചത് ആരെയാണ്? മുശ്രിക്കായ ആളെയാണ്. ഈ സംസാരം കേൾക്കുന്ന ആർക്കും മനസ്സിലാവും, ഇവർ പറയുന്ന കാഫറുകളോട് അദാവത്തും ബഗ്ളാവും അല്ലാത്ത ഒന്നുമില്ല, പ്രത്യുപകാരമല്ലാത്ത മറ്റൊന്നും ചെയ്തുകൂടാ, പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദമാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ വെറും വിടുവായുത്തങ്ങൾ മാത്രമാണ് എന്ന് മുകളിൽ കേട്ട എന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സൂറത്തുൽ മുംതഹനയിൽ പറഞ്ഞ ബിർറ് നീതി മാത്രമല്ല, 38-ാമത്തെ ആയത്ത് പറഞ്ഞ ബിർറ് നീതി എന്നത് മാത്രമല്ല, സലഫി പണ്ഡിതന്മാർ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ വലാഹ് ബറാവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എന്ത് പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് പാടുണ്ട് എന്ന കാര്യങ്ങൾ വിശദീകരിച്ച പലതും ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ മറ്റ് ആയത്തുകളിൽ നിന്നിട്ട് കിട്ടുന്ന കാര്യങ്ങളും ഹദീസുകളിൽ വന്നിട്ട കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്കെതിരെ പറയുന്ന ആരോപണങ്ങൾ എന്തു നുണയും പറയാൻ, അതായത് ആകെ ബഷീർ സലഫിക്കുള്ള വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നത് സമ്മതിച്ചുകൂടാ. തെറ്റുപറ്റിയെന്ന് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാനം ഇടിഞ്ഞു പോകും, പാതാളത്തിലെത്തും എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. ആ ഒരു അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലുള്ള മാനം കാക്കലിനാണ് എനിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോ കേൾക്കുന്ന ആളുകൾ എവിടെയാണ് ഹക്കുള്ളത്, എവിടെയാണ് ബാത്തിലുള്ളത്, ആരാണ് കളവ് പറയുന്നത്, ആരാണ് കളവിന് കൂട്ടുനിൽക്കുന്നത്,